ഹായ് വെൽക്കം ടു ഐഷാസ് കിച്ചൻ. ഇന്നൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെസിപ്പി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ മീൻ കറി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മൺചട്ടിയിലാണ്. അപ്പോൾ അതിനു വേണ്ടി ഒരു മൺചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇപ്പോൾ കടുകും ഉലുവയൊക്കെ പൊട്ടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 വെളുത്തുള്ളി എല്ലാം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അത് ചെറിയ ഫ്ലെയിമിലും ആവണം, അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലിൽ ഈ കറി ഉണ്ടാക്കിയാൽ അത്ര രുചി ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. അതൊരു 10 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളിയൊക്കെ വഴണ്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ചെറിയുള്ളിക്ക് പകരം വലിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ അത് ചെറുതായി അരിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തീ നല്ലവണ്ണം കുറച്ച് വെക്കണം, എന്നിട്ടേ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കേണ്ടത്. അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു പേസ്റ്റ് പരുവമായ ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഈ കറിക്ക് നല്ല കളറ് കിട്ടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ യൂസ് ചെയ്യണം. പിന്നെ നോർമൽ മുളക് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുറച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുണ്ടാവും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. എണ്ണ തെളിയുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ കൈ വിടാതെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. അത് നിർബന്ധമാണ്, എന്നാലേ ഈ കറിക്ക് നല്ല കളറ് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഏത് കറി തയ്യാറാക്കുകയാണെങ്കിലും ഇതുപോലെ ഉള്ളി ഒക്കെ വഴറ്റിയ ശേഷം മസാലപ്പൊടികൾ എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ വഴറ്റിയെടുത്തിട്ട് ചിക്കനോ ഫിഷൊക്കെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളറ് കിട്ടും. പിന്നെ കാശ്മീരി മുളക് പൊടിയും ആവണം. അപ്പോൾ എരിവില്ലാതെ തന്നെ കറിക്ക് നല്ല കളറ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഈ പരുവം ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലവണ്ണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇത് കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കഴുകിയ ശേഷം. പിന്നെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, വീട്ടിൽ തയ്യാറാക്കിയതാണ്, ഉണക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസസായി കിടക്കുന്നത്. സാധാരണ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ ഒരു കുടംപുളി 2 പീസായി നുറുക്കിയ ശേഷമാണ് ഉണക്കാറ്. ഇതിപ്പോൾ ഒരു കുടംപുളി തന്നെ 10 പീസസൊക്കെ ആയി നുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 2 വലിയ പീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ കുടംപുളിയും മസാലയൊക്കെ നല്ലൊന്ന് യോജിച്ച് വരുന്നത് വരെ. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത ശേഷം ഇതുവരെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മസാലയും ഈ കുടംപുളിയൊക്കെ നല്ലൊന്ന് യോജിച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്ത ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അടച്ച് വെച്ച് നല്ലവണ്ണം തിളയ്ക്കാൻ വെക്കണം. നല്ല തിളച്ചതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെക്കാം. ഇപ്പോൾ കറി നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സ്പൂണ് കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 അയിലയുടെ നടുഭാഗം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, തലഭാഗം ഇല്ലാതെ.
പിന്നെ അതുപോലെ ഞാൻ റെസിപ്പിയിലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നടുഭാഗം കൊണ്ട് മാത്രം ഈ കറി തയ്യാറാക്കുന്നത്. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ തലഭാഗത്തോടു കൂടി തന്നെ തയ്യാറാക്കാവുന്നതാണ്. എന്നിട്ട് ഒന്ന് സ്പൂണ് കൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. മീൻ കഷ്ണങ്ങൾ ഈ കറിയിൽ നന്നായി ഒന്ന് മുങ്ങിക്കിടക്കുന്നത് വരെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കറി ഒന്ന് ചെറുതായി തിളച്ച ശേഷം പിന്നെ ഒന്ന് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഇളക്കി കൊടുക്കരുത്, മീനൊക്കെ ഉടഞ്ഞു പോകും. മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായി വേവുന്നത് വരെ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഈ കറി ഇങ്ങനെ അടച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷമേ യൂസ് ചെയ്യാവൂ. എന്നാലേ കറിക്ക് നല്ല കളറും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി റെഡ് കളറൊക്കെ ആയിട്ട് നമ്മളുടെ കോട്ടയം സ്റ്റൈൽ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്